അപ്പോൾ ഇന്ന് ഡേ 3 ഓഫ് 30 ഡേയ്സ് ഷുഗർ കട്ട് ചലഞ്ച്. സമയം രാത്രി 9:30 കഴിഞ്ഞിട്ടുണ്ട്. 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഞാൻ ഇന്ന് ആഡഡ് ഷുഗർ കഴിച്ചിട്ടില്ല. ഇന്നല്ല, 3 ദിവസമായിട്ട് ആഡഡ് ഷുഗർ കഴിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് വന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ആഡഡ് ഷുഗർ കഴിച്ചെന്ന് വെച്ചാൽ കഴിച്ചില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടില്ല. അതായത് ഇന്ന് ഞാൻ കട്ട്ലേറ്റ് കഴിച്ചായിരുന്നു. നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ബ്രെഡ് ക്രംസ്, അതായത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടാണ് പൊരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ലെവലിൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ ആഡഡ് ഷുഗർ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഷുഗറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എന്തായാലും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതാരണം കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നോമ്പായിരുന്നു, ഞായറാഴ്ച നോമ്പായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചൊവ്വാഴ്ച ആയിരിക്കും കേട്ടോ. ഇന്ന് നോമ്പായിരുന്നു. അതാരണം കൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന ടൈമിൽ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാങ്ങ ജ്യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് എനിക്ക് ഉണ്ടാക്കുമ്പോൾ ജ്യൂസിൽ പഞ്ചസാര ഇടണമെന്ന് പറഞ്ഞിരുന്നു. അതാരം കൊണ്ട് എനിക്ക് പ്രത്യേകം മധുരമില്ലാത്ത ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വാപ്പാക്ക് ഓൾറെഡി ഷുഗറിലാരും കൊണ്ട് മധുരമില്ലാത്ത അടിക്കും. എനിക്ക് മധുരമില്ലാത്തത്, ഞാൻ ഷുഗർ കട്ട് ചെയ്യണ ആരും കൊണ്ട് മധുരമില്ലാത്തത് എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നൊരു ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പൊരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് പൊരിച്ചത്, ബ്രെഡിൽ ഓൾറെഡി ഷുഗർ വലിയ തോതിലില്ല, നമുക്ക് ബ്രെഡ് കഴിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചപ്പോൾ വേണ്ട, എന്തായാലും കട്ട്ലേറ്റിൽ ചെറിയ രീതിയിൽ ബ്രെഡ് ക്രംസ് ഉണ്ട്, അതുകൊണ്ട് കട്ട്ലേറ്റ് എന്തായാലും കഴിക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കട്ട്ലേറ്റ് എന്തായാലും കഴിക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതും കൂടെ ആയി. അപ്പോൾ ബ്രെഡ് പൊരിക്കണതെന്ന് പറഞ്ഞാൽ എരിവുള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ മധുരമുള്ള ബ്രെഡ് പൊരിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഷുഗറുണ്ട്, ബ്രെഡിൽ ഷുഗറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് കലാപായിട്ട് വെറുതെ എന്തായാലും അത് കഴിച്ചില്ല. അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് ഉണ്ടായത്. സോ അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഞാൻ വെള്ളപ്പം ഉണ്ട്, പത്തിരി ഉണ്ട്. അപ്പോൾ വെള്ളപ്പം കഴിക്കാനായിട്ട് നോക്കിയപ്പോൾ വെള്ളപ്പത്തിൽ ഷുഗർ എക്സാക്റ്റ് പഞ്ചസാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വെള്ളപ്പം ഒഴിവാക്കി പത്തിരി കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ പത്തിരി ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒന്നുമില്ല. ഇന്ന് വന്ന മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ട്ലേറ്റ് കഴിച്ചു. അത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കറിയില്ല അത് ആഡഡ് ഷുഗറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. ഇങ്ങനെ ഷുഗർ കട്ട് എടുക്കണവർ ഞാൻ ഈ കട്ട്ലേറ്റ് ഒക്കെ കഴിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇനി അഥവാ അത് ഷുഗർ ആണെങ്കിൽ നമുക്ക് മറ്റന്നാൾ മുതൽ ഫ്രം സ്ക്രാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? അതായത് 30 ദിവസം നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. അതുവരെയൊക്കെ മിക്സ് ചെയ്യുന്നതിനാൽ ബൈ.